അതെ, മുട്ടത്തോട് കൊണ്ടുള്ള ഈ കിടിലൻ ടിപ്പുകൾ ഇനിയെങ്കിലും അറിയാതെ പോകല്ലേ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഒരു മുട്ടത്തോട് പോലും കളയില്ല, അതെനിക്ക് ഉറപ്പാണ്. കാരണം അത്രയ്ക്ക് കിടിലൻ റിസൾട്ടാണ് നമ്മൾ ലൈവായിട്ട് കാണാൻ പോകുന്നത്. ആദ്യം തന്നെ മുട്ടത്തോട് ഞാനൊരു വലിയ ബൗളിലേക്ക് എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് മുട്ടത്തോടൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം. നന്നായി വൃത്തിയാക്കിയതിന് ശേഷം നമുക്കൊന്ന് ഉണക്കിയെടുക്കണം. ഉണക്കിയെടുത്താൽ മാത്രമാണ് ഇത് നല്ല ഫൈനായിട്ട് പൗഡറാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് ഞാൻ നന്നായിട്ട് ഉണക്കിയെടുത്തിട്ടുണ്ട്. ഒരല്പം നേരം ഒന്ന് വെയിലത്ത് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അത് ഡ്രൈ ആയി കിട്ടും. ഇനി നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. മിക്സി ജാറും നല്ല ഡ്രൈ ആയിരിക്കണം. അതേപോലെ തന്നെ മുട്ടത്തോടിനുള്ളിലും ഒട്ടും ജലാംശം പാടില്ല. എന്നാൽ മാത്രമാണ് നല്ല ഫൈനായിട്ട് പൊടിച്ചെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഒട്ടും തരിതരിപ്പില്ലാതെ നല്ല പൊടിയായിട്ട് നല്ല പൗഡർ പോലെ ആക്കി എടുത്താലാണ് നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾക്കെല്ലാം നല്ല അതിൻ്റേതായ ഒരു റിസൾട്ട് കിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഇതേപോലെ പൗഡറാക്കി എടുക്കാൻ പറയുന്നത്. അപ്പോൾ ഓരോ കാര്യത്തിനായിട്ട് ഓരോരോ ഇൻഗ്രീഡിയൻസ് ചേർത്ത് ഓരോ സൊല്യൂഷനാക്കി എടുക്കുകയാണ്. അപ്പോൾ ഈ മുട്ടത്തോട് കൊണ്ട് തന്നെ ഒരുപാട് സൊല്യൂഷൻസ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഉണ്ടാക്കി കാണിക്കുന്നുണ്ട്. അപ്പോൾ ഓരോന്നും വെറൈറ്റിയാണ്, അതേപോലെ തന്നെ കിഡിലൻ റിസൾട്ടുമാണ്. അപ്പോൾ നമുക്ക് ഓരോന്നോരോന്നായിട്ട് കാണാം. നമ്മൾ ഈ മുട്ടത്തോട് പൊടിച്ച് കഴിയുമ്പോൾ തന്നെ മിക്സിയുടെ ഈ ഒരു ചേഞ്ച് കണ്ടോ, മിക്സിക്ക് നല്ലൊരു തിളക്കം കിട്ടിയിട്ടുണ്ട്. അതുമാത്രമല്ല മിക്സിയുടെ ബ്ലേഡിന് നല്ല മൂർച്ച വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ മുട്ടത്തോട് പൊടിക്കുമ്പോൾ തന്നെ അതിൻ്റെ ഫസ്റ്റ് ബെനിഫിറ്റ് നമ്മുടെ മിക്സിക്കാണ് കിട്ടുന്നത്. മുട്ടത്തോടിലേക്ക് നമ്മൾ വേറെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കൊടുക്കുന്നതിന് മുമ്പ് തന്നെ നമുക്കൊരല്പം മണി പ്ലാന്റിൻ്റെ ഈ പോട്ടിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ കുറച്ച് ദിവസം കഴിയുമ്പോൾ ഒരു മുരടിച്ച അവസ്ഥയിലായിരിക്കും. അപ്പോൾ അതിൻ്റെ മുരടിപ്പൊക്കെ മാറി നല്ല ബുഷിയായിട്ട് വളരാനായിട്ട് അതിൻ്റെ വെള്ളം മാറ്റൂലേ, ആ വെള്ളം മാറ്റുന്ന സമയത്ത് 1/2 സ്പൂൺ മുട്ടത്തോട് പൊടിച്ചത് ഇതേപോലെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. നല്ല നൈസായിട്ട് പൊടിച്ചെടുക്കുകയാണെങ്കിൽ അത് ആ വെള്ളത്തിൽ നന്നായിട്ട് മിക്സ് ആയിക്കോളും. ഇൻഡോർ പ്ലാന്റ്സിന് മാത്രമല്ല ഏത് ചെടികൾക്കും ഇത് നല്ല കിഡിലനായിട്ടുള്ളൊരു വളമാണ്. ഇനി നമുക്ക് അടുത്ത ടിപ്പ് നോക്കാം. മുട്ടത്തോട് നമ്മൾ പൊടിച്ചെടുത്ത അതേ മിക്സിയുടെ ജാറിലേക്ക് തന്നെ കുറച്ച് കല്ലുപ്പ് കൂടി ഇട്ടിട്ട് നമുക്കിനി ഒന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ കല്ലുപ്പ് നന്നായിട്ട് തന്നെ നല്ല ഫൈനായിട്ട് തന്നെ പൊടിയാക്കി എടുക്കാം. അപ്പോൾ അതേ കല്ലുപ്പ് നന്നായിട്ട് തന്നെ നമ്മൾ പൊടിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കല്ലുപ്പ് വേറൊരു പാത്രത്തിലും അതേപോലെ തന്നെ മുട്ടത്തോട് വേറൊരു പാത്രത്തിലുമായിട്ട് ഇതേപോലെ വെക്കാം. അതായത് നമ്മൾ പല കാര്യങ്ങൾക്കായിട്ട് യൂസ് ചെയ്യുമ്പോൾ ചിലതിൽ നമ്മൾ കല്ലുപ്പ് ചേർക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു രീതിയിൽ നമ്മൾ വച്ചിരിക്കുന്നത്. ആദ്യത്തെ സൊല്യൂഷൻ തയ്യാറാക്കുന്നതിനായിട്ട് നമുക്ക് മുട്ടത്തോടിൻ്റെ പൊടിയും ആവശ്യമാണ്, അതേപോലെ തന്നെ കല്ലുപ്പിൻ്റെ പൊടിയും ആവശ്യമാണ്. അപ്പോൾ ഇത് രണ്ടും കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ പൊടി ഒന്ന് തൊട്ടാൽ മതി, ഏത് അഴുക്ക് പിടിച്ച പാത്രങ്ങളും പെട്ടെന്ന് തന്നെ ഞൊടിയിടയിൽ വൃത്തിയാവും. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ക്ലീനിങ്ങിന് എടുത്തിരിക്കുന്നത് ബാത്റൂമിലെ വഴുവഴുപ്പുള്ള നന്നായിട്ട് കരിമ്പനും അഴുക്കും കറുത്ത അഴുക്കൊക്കെ പറ്റി പിടിച്ചിരിക്കുന്ന ഒരു മഗ്ഗാണ്. ഈ പൊടി ഒന്ന് തൊടുമ്പോൾ തന്നെ ഇത് നോക്കിക്കേ, മാജിക്ക് പോലെ ആ അഴുക്കും വഴുവഴുപ്പൊക്കെ മാറുന്നുണ്ട്. ആ ഒരു കരിമ്പം പോലെ പറ്റി പിടിച്ചിരിക്കുന്ന ആ ഒരു കറുത്ത പാടൊക്കെ അതേ തൊടുമ്പോൾ തന്നെ മായുന്നത് കണ്ടോ. സോപ്പ് പൊടിയോ അല്ലെങ്കിൽ സ്ക്രബ്ബറോ സ്പോഞ്ചോ ഒന്നും തന്നെ ആവശ്യമില്ല. ജസ്റ്റ് ഇതേപോലെ ഒരു ഗ്ലൗസ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പൊടി അഴുക്കുള്ള ഭാഗത്തേക്ക് അങ്ങ് വിതറി ഇട്ടതിന് ശേഷം കൈ വെച്ച് ജസ്റ്റ് ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. പെട്ടെന്ന് തന്നെ ആ ഭാഗത്തുള്ള അഴുക്കുകളൊക്കെ പോയി കിട്ടും. ലൈവായിട്ട് തന്നെ നിങ്ങൾ കാണുന്നതാണ്, ഞാൻ കട്ട് ചെയ്തിട്ടില്ല വീഡിയോ. പൊടി ഇടുക, അതുപോലെ തന്നെ ഇതേപോലെ 2 പ്രാവശ്യം ഒന്ന് ചെയ്താൽ മതി. ഇതേപോലെ ഒന്ന് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ തന്നെ അഴുക്കുകൾ പോകുന്നുണ്ട്. ഈ ഭാഗത്തുള്ളത് വിരൽ വെച്ച് ഒന്ന് ടച്ച് ചെയ്തപ്പോൾ തന്നെ ആ അഴുക്കുകളെല്ലാം തന്നെ പോയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതൊന്ന് കഴുകിയെടുക്കാം. ഈ അഴുക്ക് മാത്രമല്ല, നമ്മുടെ കുട്ടികളുടെ ഈ പെൻസിലൊക്കെ വെക്കുന്ന ബോക്സ് ഉണ്ടല്ലോ, ആ ബോക്സിനുള്ളിൽ ഈ കളറിൻ്റെയും അതേപോലെ തന്നെ ക്രയോണിൻ്റെയൊക്കെ പാടുകൾ കൊണ്ട് ബോക്സൊക്കെ വൃത്തിയേടായിരിക്കുകയാണെങ്കിൽ ഇതുപോലെ തന്നെ ഈ പൗഡർ ഒന്നിട്ടിട്ട് ജസ്റ്റ് ഇതേപോലെ ഒന്ന് ചെയ്താൽ മതി. ആ ഒരു കളറും അതേപോലെ തന്നെ ബോക്സിൻ്റെ ആ ഒരു അഴുക്കൊക്കെ പോയിട്ട് നല്ല പുത്തൻ ബോക്സായി കിട്ടും. ഓരോന്നോരോന്ന് കാണിക്കണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ്. അപ്പോൾ ഞാൻ കപ്പ് നല്ല പോലെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഇതൊന്ന് കഴുകിയെടുക്കാം. അപ്പോൾ നമ്മുടെ മഗ് നല്ല പുത്തനായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോയുടെ തുടക്കത്തിൽ ഈ മഗ്ഗിൽ ഒരുപാട് അഴുക്കുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ സോപ്പ് പൊടിയോ അല്ലെങ്കിൽ ഒരു സ്ക്രബ്ബറോ സ്പോഞ്ചോ ഒന്നും യൂസ് ചെയ്യാതെയാണ് നമ്മൾ ഇതേപോലെ ചെയ്തെടുത്തത്. ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം. അടുത്ത ടിപ്പ് ചെയ്യുന്നതിനായിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് മുട്ടത്തോടിൻ്റെ പൊടി എടുക്കുക, അതേപോലെ തന്നെ കല്ലുപ്പിൻ്റെ പൊടിയും എടുക്കുക. അപ്പോൾ നമുക്ക് എത്രത്തോളം സാധനങ്ങൾ ക്ലീൻ ചെയ്യാനുണ്ടോ അതനുസരിച്ച് ഇതിൻ്റെ അളവ് കൂട്ടിയാൽ മതി. അപ്പോൾ രണ്ടും തുല്യ അളവിൽ തന്നെ എടുക്കുക. നല്ല അടിപൊളി ക്ലീനിങ് ഏജൻറ്റാണ്. ഇത് രണ്ടും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് വിനാഗിരിയാണ്. അപ്പോൾ ഇത് നല്ലൊരു പേസ്റ്റ് പോലെ ആക്കുന്നതിനായിട്ട് 2-3 സ്പൂൺ വിനാഗിരി ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. വിനാഗിരി ഒഴിക്കുമ്പോൾ നമ്മൾ സോഡാപ്പൊടിയിലേക്ക് വിനാഗിരി ഒഴിക്കുമ്പോൾ പതഞ്ഞ്
പൊങ്ങില്ലേ, അതേപോലെ തന്നെ ഈ മുട്ടത്തോടിൻ്റെ പൊടിയിലേക്ക് നമ്മൾ വിനാഗിരി ഒഴിക്കുമ്പോഴും ഇതേപോലെ പതഞ്ഞ് ഇങ്ങനെ ഒരു സൗണ്ടൊക്കെ വരുന്നുണ്ട്. കുക്കറിൻ്റെ താഴെ ഭാഗത്തും അതേപോലെ തന്നെ ഫ്രൈ പാൻ്റെ താഴെ ഭാഗത്തൊക്കെ ഇതേപോലെ ഒരു പറ്റി പിടിച്ചിരിക്കുന്ന അഴുക്കുണ്ടാവും. അപ്പോൾ ഇങ്ങനെയുള്ള കറ പിടിച്ച പാത്രങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വേഗം എടുത്തോ. നമുക്ക് ഈ ഒരു സൊല്യൂഷൻ ഉപയോഗിച്ചിട്ട് നല്ല അടിപൊളിയായിട്ട് പുത്തനാക്കി മാറ്റാൻ പറ്റും. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് ഈ കറ പിടിച്ച സ്റ്റീൽ ഗ്ലാസ് ഒക്കെ ഉണ്ടല്ലോ, ചായക്കറയൊക്കെ പിടിച്ചിരിക്കുന്ന സ്റ്റീൽ ഗ്ലാസ്, സോസ് പാനൊക്കെ എടുക്കാവുന്നതാണ്. അപ്പോൾ കറയുള്ള ഇതേപോലെയുള്ള പുതുക്കം നഷ്ടപ്പെട്ട സ്റ്റീലിൻ്റെ പാത്രങ്ങളൊക്കെ എടുത്തിട്ട് നമുക്ക് ഈ സൊല്യൂഷൻ ഉപയോഗിച്ച് ഒന്ന് കഴുകിയെടുക്കാം. അപ്പോൾ സാധാരണ നമ്മൾ കഴുകുന്നതിനേക്കാൾ വളരെ ഈസി ആയിട്ട് നല്ല എളുപ്പത്തിൽ തന്നെ നമുക്ക് ഈ പാത്രങ്ങളൊക്കെ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതേ നോക്കിക്കേ, നല്ല രീതിയിൽ തന്നെ ഇതേ ആ അഴുക്കുകളെല്ലാം പോകുന്നുണ്ട്. നമ്മൾ ആ ഒരു സൊല്യൂഷൻ ഒഴിച്ച് ഒരു 2 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണെങ്കിൽ കൂടുതൽ നല്ലതാണ്. ഞാനിപ്പോൾ റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കുന്നില്ല, അപ്പം തന്നെ അങ്ങ് വാഷ് ചെയ്ത് എടുക്കുകയാണ്. അപ്പോൾ ഈ ഗ്ലാസ്സിനുള്ളിൽ നിന്ന് നന്നായിട്ട് അഴുക്ക് പോയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കുക്കറിൻ്റെ ബാക്ക് സൈഡിൽ നിന്നും അതേപോലെ തന്നെ സോസ് പാൻ എല്ലാം ഒന്ന് കഴുകിയെടുക്കാം. അപ്പോൾ ഒരുപാട് നേരം ഞാൻ ലാഗാക്കുന്നില്ല, പെട്ടെന്ന് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. അപ്പോൾ അഴുക്കുകളെല്ലാം നോക്കിക്കേ പെട്ടെന്ന് തന്നെ പോകുന്നുണ്ട്. സാധാരണ നമ്മൾ സോപ്പ് പൊടിയൊക്കെ ഉപയോഗിച്ച് ഉരക്കുന്നതിനേക്കാൾ വളരെ എളുപ്പത്തിൽ തന്നെ അഴുക്കുകൾ നമുക്കിത് കളഞ്ഞെടുക്കാൻ പറ്റുന്നുണ്ട്. കുറച്ചുകൂടി പോകാനുണ്ട്, ഇതും കൂടി ഒന്ന് ഉരച്ചിട്ട് നമുക്കൊന്ന് കഴുകിയെടുക്കാം. അപ്പോൾ ഇത് കഴുകി എടുത്തിട്ടുണ്ട്. നോക്കിക്കേ കംപ്ലീറ്റ് ആയിട്ട് അഴുക്കുകളെല്ലാം പോയിട്ട് ഇത് നല്ല ഒരു തിളക്കം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ ഫ്രൈ പാൻ്റെ ബാക്കിലുള്ള അഴുക്കും കുക്കറിൻ്റെ ബാക്കിലുള്ള അഴുക്കൊക്കെ നമുക്ക് പെട്ടെന്ന് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. ഗ്ലാസ് ആണെങ്കിലും നല്ല രീതിയിൽ ഇത് അടിപൊളിയായിട്ട് പുത്തനായി കിട്ടിയിട്ടുണ്ട്. ഞാനൊരു സോസ് പാനും കൂടി ക്ലീൻ ചെയ്തെടുത്തിരുന്നു. അപ്പോൾ ഇത് നോക്കിക്കേ ഒരു പ്രത്യേക തിളക്കമുണ്ട് ഈ സ്റ്റീലിൻ്റെ പാത്രങ്ങൾക്കൊക്കെ ഈ പൊടി ഉപയോഗിച്ച് നമ്മൾ കഴുകുമ്പോൾ. ഇനി നമുക്ക് കുറച്ചും കൂടി നല്ലൊരു കിഡിലൻ സൊല്യൂഷൻ ഉണ്ടാക്കാം. അതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് ആദ്യം തന്നെ മുട്ടത്തോട് പൊടിച്ചത് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് കോൾഗേറ്റിൻ്റെ ടൂത്ത് പേസ്റ്റാണ്. അപ്പോൾ ഞാൻ വൈറ്റ് കളറിലെ കോൾഗേറ്റിൻ്റെ ടൂത്ത് പേസ്റ്റ് ഏകദേശം ഇത്രയും എടുത്തിട്ടുണ്ട്. 1 സ്പൂണോളം നമുക്ക് ഇതേപോലെ എടുക്കാം. ഇനി നമുക്ക് കുറച്ച് വിനാഗിരി കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. 3 സ്പൂണോളം വിനാഗിരിയാണ് ഒഴിച്ചു കൊടുത്തത്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു സൊല്യൂഷൻ ഉപയോഗിച്ച് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ചെയ്യുന്നത് സിങ്ക് ക്ലീൻ ചെയ്യുന്നതാണ്. അപ്പോൾ ഈ സിങ്കിലേക്ക് നമുക്ക് ഈ ഒരു മിക്സ് കുറച്ച് ഒഴിച്ചിട്ട് ഒന്ന് കഴുകി എടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ അഴുക്കും മെഴുക്കും അതേപോലെ തന്നെ ഉള്ള ആ ഒരു എണ്ണക്കറയൊക്കെ മാറിയിട്ട് നല്ല പുത്തനായിട്ട് ഒരു പ്രത്യേക തരം ഷൈനിങ് ആണ് ഈ ഒരു സൊല്യൂഷൻ ഉപയോഗിച്ച് കഴുകി കഴിഞ്ഞാൽ. നിങ്ങൾ ഒരിക്കലെങ്കിലും ഇത് ഉപയോഗിച്ചൊന്ന് ചെയ്ത് നോക്കണം. സിങ്കിന് ഇതേ നല്ലൊരു തിളക്കം കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് വാഷ് ബേസിനും കൂടി ക്ലീൻ ചെയ്യാം. അപ്പോൾ വാഷ് ബേസിനിലെ ആ ഒരു മഞ്ഞക്കറയൊക്കെ മാറി പെട്ടെന്ന് തന്നെ ഒരു വെണ്മ കിട്ടുന്നതാണ്. വാഷ് ബേസിനായാലും ക്ലോസറ്റ് ആയാലും നല്ലപോലെ പെട്ടെന്ന് അഴുക്കുകളൊക്കെ പോയി കിട്ടും. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് ടാപ്പും കഴുകിയെടുക്കാവുന്നതാണ്. സ്റ്റീലിൻ്റെ ടാപ്പുകളൊക്കെ ഈ ഒരു സൊല്യൂഷൻ ഉപയോഗിച്ച് കഴുകുകയാണെങ്കിൽ നല്ലൊരു തിളക്കം കിട്ടും. അടുത്ത ടിപ്പ് ചെയ്യുന്നതിനായിട്ട് ഞാൻ ബക്കറ്റിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. ഈ വെള്ളത്തിലേക്ക് നമ്മൾ ഉണ്ടാക്കിയ ഒരു മിക്സ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ 1-2 സ്പൂൺ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ ഒരു വെള്ള ഷർട്ട് മാത്രമാണ് വാഷ് ചെയ്തെടുക്കുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഒരു 3 സ്പൂണോളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് വെള്ള വസ്ത്രങ്ങൾ അഴുക്ക് പിടിച്ചതും അതേപോലെ തന്നെ മഞ്ഞക്കറ പിടിച്ചതും പഴകിയ വെള്ള വസ്ത്രങ്ങളൊക്കെ മുക്കി വെക്കാവുന്നതാണ്. നല്ല ഒരു വെണ്മ കിട്ടും. ഒരുപാട് നേരമൊന്നും ഈ വെള്ളത്തിൽ മുക്കി വെക്കണ്ട. 5 മിനിറ്റ് ഒന്ന് വച്ചതിന് ശേഷം നമുക്ക് സാധാ വെള്ളത്തിലൊന്ന് കഴുകിയെടുക്കാം. പെട്ടെന്ന് തന്നെ ആ അഴുക്കുകളെല്ലാം പോയി കിട്ടും. പിന്നെ നമ്മൾ ഈ ഒരു കാര്യം ചെയ്യുമ്പോൾ നല്ല ഫൈനായിട്ട് പൊടിഞ്ഞ മുട്ടത്തോടിൻ്റെ പൊടിയായിരിക്കണം നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത്. അല്ലെങ്കിൽ ഈ തുണികളിൽ മുട്ടത്തോടിൻ്റെ തരിയൊക്കെ പറ്റി പിടിച്ചിരിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നന്നായിട്ട് പൊടിച്ചത് മാത്രം ഉപയോഗിച്ച് ഈ ഒരു രീതിയിൽ വാഷ് ചെയ്തെടുക്കാം. അപ്പോൾ ഷർട്ട് വാഷ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് കിഡിലിനൊരു പൗഡർ ഉണ്ടാക്കാം. അപ്പോൾ അതിനായിട്ട് ഒരു ടിന്നിലേക്ക് കല്ലുപ്പ് പൊടിച്ചത് 2-3 സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് മുട്ടത്തോട് പൊടിച്ചത് ആഡ് ചെയ്യാം. അപ്പോൾ എൻ്റെ കയ്യിൽ മുട്ടത്തോട് പൊടിച്ചത് കുറച്ചും കൂടി ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ കൂടുതൽ ക്വാണ്ടിറ്റി എടുക്കുക. മുട്ടത്തോട് പൊടിച്ചത് കൂടുതൽ ചേർക്കുമ്പോൾ അതിൻ്റെ ഒരു എഫക്റ്റ് കൂടുതലായിട്ട് കിട്ടും. അപ്പോൾ മുട്ടത്തോട് പൊടിച്ചത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് 2 സ്പൂൺ സോപ്പ് പൊടിയാണ്. അപ്പോൾ വെറുതെ കളയുന്ന മുട്ടത്തോട് ഈ ഒരു രീതിയിൽ പൊടിച്ചിട്ട് 2 സ്പൂൺ സോപ്പ് പൊടി മാത്രം ചേർത്ത് മിക്സ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് കുറേ നാൾ ബാത്റൂം ടൈലൊക്കെ കഴുകാൻ പറ്റിയ ഒരു കിഡിലൻ പൗഡറായിട്ട് ഇത് യൂസ് ചെയ്യാവുന്നതാണ്. നമ്മൾ കെമിക്കൽ അടങ്ങിയ ഹാർപ്പിക്കോ അതൊന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ ഒരു പൗഡർ കുറച്ച് നമ്മൾ ടൈലിലൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമ്മളൊന്ന് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഈ ടൈൽസിൻ്റെ ഇടയിലുള്ള ഇതേപോലെയുള്ള കരിമ്പനൊക്കെ ഉണ്ടല്ലോ, കറുത്ത കുത്തുകളും അഴുക്കുകളും മഞ്ഞക്കറയൊക്കെ പോയിട്ട് പെട്ടെന്ന് ക്ലീനായി കിട്ടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ
ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞ ടിപ്പുകളെല്ലാം തന്നെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇഷ്ടമായി ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അതേപോലെ തന്നെ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കമൻറ്റ് പറയാനും മറക്കരുത്. നെക്സ്റ്റ് ഒരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് ഉടനെ വരാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.